ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, നീ ആ കയ്യിങ് തന്നെ കാലക്കേടാ. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയായിരുന്നാലും അങ്ങ് പറഞ്ഞേക്കണം. ഇപ്പൊ നിന്റെ മനസ്സില് കാര്യങ്ങൾക്കൊരു വ്യക്തതയുണ്ടല്ലോ. അതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകണ്ടേന്ന് ഈ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. കാറും കോളും ഒക്കെ ഒന്ന് അടങ്ങട്ടടാ. അത് കഴിയുമ്പോ സത്യം എല്ലാവർക്കും ബോധ്യമാവും. നീ താലി കെട്ടിയ പെണ്ണാണ് നിന്റെ ഭാര്യയെന്ന്. അത് അംഗീകരിക്കാതെ ഒരാൾക്കും പറ്റില്ല. നീ സമാധാനായിട്ടിരിക്കടാ. ചേച്ചി, ഇനി ഇങ്ങനെ ജീവിക്കേണ്ടി വന്ന ചത്തുകളയും. എല്ലാം കണ്ടല്ലോ നീ, എല്ലാ തീരുമാനവും കേട്ടല്ലോ. ഇവിടിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബഹളങ്ങളുടെ ആണിക്കല്ല് നീയാ. ഇവളെ ഏതായാലും ചാവൂന്നല്ലേ പറയുന്നത്. പറ്റുമെങ്കിൽ നിന്റെ കൈകൊണ്ട് തന്നെ ഇവളെ കൊന്നേക്ക്. അമ്മ എന്താ ചേച്ചിയോട് അങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചത്? എല്ലാത്തിനും കാരണം ചേച്ചിയാണെന്നാണല്ലോ പറയുന്നത്. അതെന്താ അങ്ങനെ? അത് ദേഷ്യം വരുമ്പോ ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ? തിരിച്ചു പറയാത്തവരോട് പറയുന്നല്ലേ എളുപ്പം. അമ്മയുടെ ദേഷ്യം അതുകൊണ്ട് അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ. മോളെ, നീ വേറൊന്നും ചിന്തിക്കരുത്. തൽക്കാലം ഇതങ്ങ് ക്ഷമിക്ക. നോക്ക്, പതുക്കെ പതുക്കെ എല്ലാം നേരാവും. അതുവരെ ചേച്ചി നിന്റെ കൂടെ ഉണ്ട്. ഇത്രയും മാറിയ നിന്നെ ആരും തോൽപ്പിക്കാൻ ചേച്ചി സമ്മതിക്കില്ല. ചേച്ചി നോക്കിക്കൊള്ളല്ല. എന്താ ചെറിയമ്മ ഇവിടെ നടക്കുന്നത്? എന്തിനാ ഇപ്പൊ ഈ ആദ്യരാത്രി ആഘോഷമൊക്കെ? വരുൺ പ്രിയങ്കയെ നിഷേധിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ അമ്മ അതിനെ ശ്രമിച്ചത്? ഏട്ടത്തി ശ്രമിക്കുന്നതിലൊക്കെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? കാര്യം എനിക്കറിയാം. അക്കാര്യം കണ്ടുപിടിച്ചതും ഞാനാ. പക്ഷെ ആ കാര്യം പുറത്തു പറഞ്ഞു എന്നറിഞ്ഞ എന്റെ തല പോവും. തല പോകുന്ന കാര്യോ? ഇതാരാ ചെറിയമ്മ ഭീഷണിപ്പെടുത്തിയത്? കൽപ്പനയെ സത്യം പറഞ്ഞ നിന്നോടിത് പറയാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. നീ അറിഞ്ഞതും കേട്ടതുമായിട്ട് ഭാവിക്കില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം.